ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ലോഗൻ എന്ന് പറയുന്നത് വികസനമാണ്. വികസനമാണ് കേരളം ചർച്ച ചെയ്യേണ്ടതും ആ വികസനത്തിനാണ് വോട്ട് കിട്ടേണ്ടത് എന്നുമാണ്. ഇപ്പോൾ ബി ജെ പിക്കകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എൻ ഡി എയിൽ BDJS കൊടുക്കുന്ന സീറ്റുകൾ 2020 സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് BJP കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാണുന്നത്? ഒരു എത്ര സീറ്റുകൾ എന്ന നിലയിലേക്ക്, അതായത് BJP പരമാവധി ഇപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ BJPക്ക് മുന്നേറ്റം നടത്താൻ കഴിയും? ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും BJP രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ? എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? BJPയെ സംബന്ധിച്ച് അവർ എത്ര സീറ്റുകളിൽ ജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് 20% ഉള്ള അവരുടെ വോട്ട് ഷെയർ അവർക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒന്നും ഇല്ല എങ്കിൽ അവർക്കൊരു ഹങ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം BJPയുടെ ഒരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇപ്പം നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിയമത്ത് അവരുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ തന്നെ ഇറങ്ങി തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടേക്കുള്ള ഒരു ഫോക്കസ് വളരെ വലിയ രീതിയിലുണ്ടാകും. പിന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള അവർ എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഫാക്ടേഴ്സൊക്കെയാണ് അവരെ കൂടുതൽ ഫേവർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കോമ്പീറ്റ് ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന പോലെ ഭരണകക്ഷിയും UDFും കൂടെ ചേർന്നിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ വീക്ക്നെസ് ആണ് ഇവർക്ക് ഒരു പക്ഷേ ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കുക. ഇപ്പം LDFിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ആകെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെ തോറ്റു കഴിഞ്ഞാൽ ഇനിയിപ്പം LDFിന് ഒരു ഭാവി ഉണ്ടോയെന്ന് പോലും സംശയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ LDF അവരുടെ ഏറ്റവും ബെസ്റ്റ് മെഷീനറി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ MLA കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നു. അതിൽ ഈ മിനിസ്റ്റീരിയൽ ഫേസസ് ഒരുപാടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസം ഉള്ള ഒരു പ്രൊജക്ഷനാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇപ്പം ശബരിമല വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേത് ഇഷ്യൂ ആണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടു വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റിലേക്കും കാര്യത്തിലേക്കൊക്കെ പോയി. പക്ഷേ ഉടനെ ഈ അടൂർ പ്രകാശിൻ്റെ ഫോട്ടോ വന്നതോടുകൂടി ആ പ്രശ്നം അങ്ങില്ലാതാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ എന്താ പറയുക, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കി. പക്ഷേ വീണ്ടും ഹെൽത്ത് മിനിസ്റ്റർ തന്നെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയപ്പം അതും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഓരോ ക്യാമ്പയിനും ഇൻഎഫക്റ്റീവ് ആക്കുകയാണ് CPMൻ്റെ എന്താ സ്ട്രാറ്റജി. അല്ലെങ്കിൽ UDF തന്നെ പരാജയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് BJPക്ക് ഒരു പക്ഷേ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. മാത്രമല്ല അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു 30-40 സീറ്റിൽ അവർക്കൊരു സ്ട്രോങ് ആയിട്ടൊന്ന് കോൺടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സ്പോയിലർ എഫക്റ്റ് ആയിരിക്കും അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുക. മാത്രമല്ല അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അപ്പുറത്തേക്ക് ഗൃഹസമ്പർക്കം പോലുള്ള പരിപാടികളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ രീതിയിലുള്ള ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് BJP നോക്കുന്നത്. പിന്നെ ഈ യൂത്ത്, സ്ത്രീകൾ, പ്രൊഫഷണൽസ്. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഈ BJP ആരെയാണ് പ്രധാന ശത്രുവായി കാണുന്നത് ശ്രീ മിഥുൻ വിജയകുമാർ? അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് MMCയെ കുറിച്ചാണ്. അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ്, അങ്ങനെ ഒരു കോയിനേജ് ആണ് പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തിയത്. അപ്പോൾ നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് നിങ്ങൾ പ്രധാന ശത്രുവായി കാണുന്നത് എന്നൊരു ചോദ്യം BJPക്ക് നേരെ ഉണ്ടല്ലോ. നോക്കൂ, ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റിൽ മറുഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ശത്രുക്കൾ തന്നെയാണ്. അത് BJPയുടെ ഒഫീഷ്യൽ പൊസിഷൻ എനിക്കറിയില്ല. ഞാൻ BJPയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ല. ഇങ്ങനൊരു കോൺടെസ്റ്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ്. കേട്ടില്ല, സോറി. അല്ല, എന്താണ് താങ്കളുടെ ഒബ്സർവേഷൻ ഈ കാര്യത്തിൽ? MMC എന്ന പ്രയോഗമാണ് പ്രധാനമന്ത്രി ഇവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. കാരണം അതിൽ ഓരോ ക്യാമ്പയിൻസും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്തായിട്ട് പല രീതിയിലുള്ള അറ്റാക്ക് അവർ CPMന് നേരെയും കോൺഗ്രസിന് നേരെയും തൊടുത്തുവിടുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റോറി വിഷയം വന്നു. ആ സമയത്ത് നമ്മൾ കണ്ടല്ലേ BJPയുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പം അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, ഒരു ഹിന്ദു വോട്ട് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിനെ CPM പോലും തള്ളി പറഞ്ഞിട്ടുള്ളൂ. ഈ ജമാഅത്തിനെ പോലെ ഉള്ള പാർട്ടികളെ CPM തന്നെ കക്ഷികളെ CPM തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ BJPക്ക് ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ CPIMൻ്റെ പോരായ്മകളെ
ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു പ്രതിപക്ഷമില്ല എന്നൊരു സാധനം കൂടെ ബി ജെ പിക്ക് അവിടെ ഒരു ഫേവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് വലിയ സ്ട്രോങ് ഫേസസ് ഇല്ലാത്തൊരു പാർട്ടിയാണ്. എല്ലാവരും അത്ര ഒരു പോപ്പുലർ ഫിഗേഴ്സ് ഒന്നുമല്ല ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ്. മാത്രമല്ല അവർക്ക് ഈ ഫ്ലോട്ടിംഗ് കാൻഡിഡേറ്റ്സ് ആണ്. ഒരു തവണ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ ഏത് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കാമെന്ന് അറിയാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കാൻഡിഡേറ്റ്സിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനിങ്സിൽ അവർ വളരെ ഇപ്പോഴും കുറച്ച് പിറകിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു പക്ഷേ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 20% സ്റ്റേബിളായിട്ട് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് വലിയ ചലനങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ അവർക്ക് തീർച്ചയായും ഇതിലൊരു വലിയ ഡിസിഷൻ മേക്കേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.